മകൻ അബൂബക്കറിന് ശക്തമായ പനി ബാധിച്ചു. കൂടെ ശ്വാസം മുട്ടും നീർക്കെട്ടും. പിതാവായ നാലകത്ത് കുഞ്ഞു മൊയ്തീൻ സാഹിബ് നവ്വറല്ലാഹു മർഖദഹു രോഗശമനത്തിനു വേണ്ടി നിർദ്ദേശിച്ച ആത്മീയ ഔഷധമാണ് നഫീസത്തു മാലയായി ആസ്വാദക ലോകത്തിന് ലഭിക്കുന്നത്. ബിസ്മിയും ഹംദും സ്വലാത്തും നൽ സലാമും മുന്നേ ബില്ലി നഫീസത്ത് മാല ഞാൻ തുടങ്ങിയിടുന്നേ. ലാ ഇലാഹ ഇല്ലല്ലാഹ്. ക്രിസ്താബ്ദം 8-ാം നൂറ്റാണ്ടിൽ ജീവിച്ച പണ്ഡിതയും പ്രബോധകയുമായിരുന്നു ബീവി നഫീസ റളിയല്ലാഹു അൻഹ. ഇസ്ലാമിക ആധ്യാത്മിക വനിതാ ജ്ഞാനികളിൽ പ്രമുഖയായിരുന്നു മഹദി അവറുകൾ. ചൊല്ലുവാൻ സനത്തിനാലെ നൂറും ചാതുർ ഫത്തേ ജബതനിൽ ഫക്കായ മക്ക ദിക്കതിൽ ഊദീതേ. സനത്തിനാൽ 100 അഥവാ 100-ാം വർഷം. ചതുർ 10 എന്നതുകൊണ്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് 40 ആണ്. അഭിജിത് കണക്കനുസരിച്ച് ജബ എന്ന് വെച്ചാൽ 5, അതായത് ഹിജ്റ 145-ൽ മക്കയിലെ പ്രവാചക കുടുംബത്തിൽപ്പെട്ട പണ്ഡിതനും ആത്മീയ ജ്ഞാനിയുമായ സയ്യിദ് ഹസനുൽ അൻവറിന്റെ മകളായിട്ടാണ് ബീവി നഫീസ റളിയല്ലാഹു അൻഹ ഈ ഭൂമുഖത്തേക്ക് ജനിച്ചു വീഴുന്നത്. ഉദിത് റബ്ബിൻ ഏകൽ പോലെ തോന ഇബാദത്തെ ഉന്മയിൽ ഇടവിടാതെ ദായിമയെടുത്തേ. മദിഫെട ജ്ഞാനം ഫലേതും ഖായമാൽ ഫടീത്തേ. മാനിആയ ബാക്കിയോലിൽ ഫ്രീയമാലാടുത്തേ. ബീവി നഫീസ റളിയല്ലാഹു അൻഹ ദീനി വിജ്ഞാനം ധാരാളം പല രീതിയിൽ പഠിച്ചിട്ടുണ്ട്. അതുവഴി തന്മൂലം അള്ളാഹുവിലേക്കുള്ള പ്രിയം അടുത്തുകൊണ്ടേയിരുന്നു. ആ പ്രിയം മഹദി അവറുകളെ വലിയ ഒരു ആബിദത്താക്കി മാറ്റി. അള്ളാഹുവിലേക്ക് ഇഷ്ടം ലഭിച്ച ദാസിയായി മഹദി അവറുകൾ മാറുകയാണ്. മികവരാമിസ്ഹഖദന്നോർ വേളിയും കാഴീത്തേ ബിണ്ടമാരർ കൂടെ മിസ് റാനദിൽ വാസീത്തേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ആത്മീയ നിർദ്ദേശപ്രകാരം മഹദി അവറുകളെ ഇസ്ആഖുൽ മുഅ്തമിൻ എന്ന സൂഫി വര്യർക്ക് അവിടുത്തെ പിതാവ് വിവാഹം ചെയ്തു നൽകി. അതിനുശേഷം പൗരാണികരുടെ ഈറ്റില്ലമായ മിസ്റിലേക്ക് മഹദി അവറുകൾ താമസം മാറുകയാണ്. ജിഗവരാം ഷാഫി ഇമാമ എഫയും ആടുത്തേ ചെയ്തിടിക്കും തേട്ടം ഹദീസേറയാൽ താരീത്തേ. മികവരിൽ ദീനം ഭവിക്കുൾ ബേവിയോടിരത്തേ. വിട്ടിടും ആളെ ശിഫാക്ക് തേട്ടമിൻ ഇടത്തേ. സമകാലകരായിരുന്നു അതുല്യരായ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവും ബീവി നഫീസ റളിയല്ലാഹു അൻഹയും. അവർ പരസ്പരം ബഹുമാനവും ആദരവും ഏറെ കാത്തു സൂക്ഷിച്ചിരുന്നു. ഇരുവരും വിഷമഘട്ടത്തിലും പ്രയാസഘട്ടത്തിലും തന്റെ ശിഷ്യന്മാരെ പറഞ്ഞയച്ചുകൊണ്ട് ദുആ വസിയത്ത് ചെയ്യിക്കാറുണ്ടായിരുന്നു. സുഖമിനായി റബ്ബിനോട് തേടിടും ബേസത്തെ സൂക്ഷ്മമിൽ ശിഫാ ഉടയോൻ നൽകിടും ശാനത്തെ. പ്രശ്ന പരിഹാരത്തിന് വേണ്ടി ധാരാളം പേർ ദിനേനെ മഹദി അവറുകളെ സന്ദർശിച്ചു കൊണ്ടിരുന്നു. മഹദി അവറുകൾ അള്ളാഹുവിനോട് ദുആ ചെയ്തു കഴിഞ്ഞാൽ ഉടനടി അല്ലാഹു തആല മഹദി അവറുകൾക്ക് ഇജാബത്ത് നൽകാറുണ്ടായിരുന്നു. ചൊന്ന സാരം ഓർത്തെനിക്കൊൾ അചലിതന്തോരത്തെ ചുറ്റി നിൽക്കുന്നാളരോട് ഞാനതിൽ മാറിത്തേ. ചൊന്ന സാരം ഓർത്തെനിക്കൊൾ അചലിതന്നൂരത്തെ ചുറ്റി നിൽക്കുന്നാളരോട് ഞാനതിൽ മാറിത്തേ. ഒരിക്കൽ തലയിൽ ബാധിച്ച വലിയൊരു മുറി കാറിക്കിട്ടാൻ വേണ്ടി
ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരെ മഹദി അവറുകളുടെ അടുക്കലേക്ക് പറഞ്ഞയക്കുകയാണ്. ഇത് കേട്ട മഹദി അവറുകൾ ശിഷ്യന്മാരോട് മറുപടി പറയുന്നു, അള്ളാഹുവിന്റെ ലിഖാ ഉണ്ടാകാൻ ഇമാം ഷാഫി അവറുകൾക്ക് തൗഫീഖ് ഉണ്ടാകട്ടെ എന്ന മറുപടിയായിരുന്നു ഷാഫി റളിയല്ലാഹു അൻഹുക്ക് നഫീസ മഹദി അവറുകൾ പറഞ്ഞയക്കുന്നത്. ഇത് കേട്ട ഇമാം ഷാഫി റളിയല്ലാഹു അൻഹു തന്റെ ശിഷ്യന്മാരോടും അനുചരരോടും തന്റെ മരണം അടുത്തിരിക്കുന്നു എന്ന വാർത്ത അറിയിക്കുകയാണ്. കരുടാറ്റത്താരുൾ ബീവി നഫീസത്തിൽ റളിയല്ല കാരുണരേ വാനാകൾ കണൈത്തിടല്ല ഫർദാന ഫോരുൾ ബീവി നഫീസത്തിൽ റളിയല്ല ഫർമാനരേ വാനാകൾ കണൈത്തിടല്ല. ഹിജ്റ 145 ജനിച്ച ബീവി നഫീസ റളിയല്ലാഹു അൻഹ തന്റെ 63-ാം വയസ്സിൽ ഹിജ്റ 208 റമദാൻ മാസത്തിലെ അവസാന വെള്ളിയാഴ്ച രാവിൽ ഈ ലോകത്തോട് വിട പറയുകയാണ്. മഹദി അവറുകൾ തന്റെ മരണം മുന്നേ ആദ്യമേ കണ്ടറിയുകയും തന്റെ ഖബർ കുഴിക്കുകയും അതിൽ ഇരുന്ന് ധാരാളം ഖത്മുകൾ ഓതി തീർക്കുകയും ചെയ്തിട്ടുണ്ട്. ആ വെള്ളിയാഴ്ച രാവിൽ ആകാശങ്ങൾ പൊട്ടിക്കരയുകയാണ്. മണ്ണും വിണ്ണും ഒരുപോലെ തേങ്ങിയ നിമിഷം അല്ലാഹു തആല മഹദി അവറുകളോടും അതുപോലെ ഇമാം ഷാഫി റളിയല്ലാഹു അൻഹുവിനോടും ഒന്നിച്ച് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ നമ്മളെ ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.